ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക കൊണ്ട് ഒരു അടിപൊളി ഐസ്ക്രീമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വെറും 4 ഇൻഗ്രീഡിയൻറ്റ് മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് പാലാണ്. സാധാരണ കട്ടിയുള്ള പാലാണ്, വെള്ളമൊന്നും ചേർക്കാണ്ട് എടുത്തിട്ടുള്ള പാലാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 കപ്പ് അളവിന് നമ്മുടെ ചക്ക കുരുവൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ അടുത്ത് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം അളവ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം, അല്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ എടുക്കാം. പിന്നെ അടുത്ത് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം അളവ് വാനില എസൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ 2 ഗ്ലാസ് പാലിൽ നിന്ന് തന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് ഈ മൈദ ഒന്ന് കട്ടയിലാണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് വെക്കുക. അപ്പോൾ കട്ടയൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ എടുത്തു വെച്ചിട്ടുള്ള ആ 2 ഗ്ലാസ് പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. ആ പാലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മധുരം എനിക്ക് കറക്റ്റാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കൂട്ടി കൊടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മൈദയും പാലും കൊണ്ടുള്ള മിക്സും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. ഓൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മൈദ ചേർത്തത് കാരണം പെട്ടെന്ന് തന്നെ പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാവാൻ സാധ്യതയുണ്ട്. അത് കാരണം ജസ്റ്റ് കൈ ഇടവിടാതെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. തിള വന്നപ്പോഴേക്കും നമ്മുടെ കൺസിസ്റ്റൻസി ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം, കാരണം ഇത് തണുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ നന്നായിട്ട് കട്ടിയാവും. ഇതിനെ നമുക്കിനി തണുക്കാനായിട്ട് അനുവദിക്കാം. ഇതാ ഞാൻ തണുത്ത് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇളം ചൂടേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കട്ടി ആയിട്ടുണ്ട്. നേരത്തെ എടുത്ത കൺസിസ്റ്റൻസിയെ അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് തിക്ലി ആയിട്ടുണ്ട്. ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ഉടയ്ക്കുമ്പോഴേക്കും ശരിയായിക്കോളും. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം അളവ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ തണുത്തതിന് ശേഷം വാനില എസൻസ് ചേർത്തിട്ടുള്ളൂ. വാനില എസൻസ് ചേർത്തെന്ന് പറഞ്ഞിട്ട് ആ ചക്കയുടെ ഫ്ലേവർ ഒന്നും നമുക്ക് പോകത്തില്ല, ജസ്റ്റ് നമ്മൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ആ ചക്കയുടെ പൾപ്പുണ്ടല്ലോ, അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചക്കയുടെ പൾപ്പിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര നിങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ കണ്ടെയ്നറിലാക്കി ജസ്റ്റ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടെ ഒരു തിക്കായിട്ട് നമ്മുടെ എല്ലാം കൂടെ ചേർന്ന ഒരു ടേസ്റ്റൊക്കെ മധുരമൊക്കെ കറക്റ്റാണെന്ന് നോക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരിക. അപ്പോൾ ഞാനിവിടെ 2 എയർ ടൈറ്റ് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചത് ജസ്റ്റ് ഒരു 2 മണിക്കൂർ ആദ്യം ഫ്രീസറിലാണ് നമ്മൾ വെക്കുന്നത്. വച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്തിട്ട് നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിൽ അരച്ചതിന് ശേഷം വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഞാനിത് 2 കണ്ടെയ്നറിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള മൂടി കൊണ്ട് തന്നെ മൂടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്കതിൽ കുറേ ഐസ് ക്രിസ്റ്റൽസൊക്കെ ഇങ്ങനെ ഫോം ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പുറത്തെടുത്തിട്ട് ഒന്നുകൂടെ അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് ഇതാ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്തിട്ട് വരാം. നമ്മളിത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ കണ്ടെയ്നർ തന്നെയാണ് നമ്മൾ ഒഴിച്ചിട്ട് ജസ്റ്റ് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ ഒരു 8 hours റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടപ്പുകൾ കൊണ്ട് നമ്മൾ അടച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓവർനൈറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു 8 hours എങ്കിലും മിനിമം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം അറൗണ്ട് ഒരു 8 hours കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ടെക്സ്ചറിൽ തന്നെ ഇരിപ്പുണ്ട്, നല്ല ക്രീമി ടെക്സ്ചറിൽ ചക്കയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.